ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ജേവൈസ് ഫാം നീണ്ടൂർ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അവിടെ അകത്തോടെ നമ്മൾ കയറി ചെന്നാൽ നല്ലപോലെ കാണാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളുണ്ട്. കോഴികളുണ്ട്, പിന്നെ മീനുണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാനായിട്ട് ഓരോരോ ഐറ്റംസുകളുണ്ട്. അവിടെയൊക്കെ കയറി കുഞ്ഞുങ്ങൾക്ക് കളിക്കാം. ആകെ നമുക്ക് എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 50 റുപ്പീസാണേ. ആർക്കും, മീൻസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ട, വലിയവർക്ക് 50 റുപ്പീസ്. ഇതിൻ്റെ ഓണർ എന്തുവാ അമേരിക്കയിലായിരുന്നു. അവിടുന്ന് പുള്ളിക്കാരൻ എന്തോ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഇപ്പോൾ അത് വേറെ ആൾക്കാരൊക്കെയാണ് നടത്തിക്കൊണ്ട് വരുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 9 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് നല്ലപോലെ മീനൊക്കെ നല്ലപോലെ വിൽക്കുന്നുണ്ടായിരുന്നു. മീൻ വിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെക്കാട്ടിലുമൊക്കെ ഒരു കാണാനൊക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നു. എന്തോ ഇഷ്ടം പോലെ ആൾക്കാർ വരുമായിരുന്നു കാണാനായിട്ട്. പിന്നെ ലൈവായിട്ട് എല്ലാം നമുക്ക് മേടിക്കാൻ ഒക്കും. അന്ന് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. ഇന്നും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. എൻ്റെ ഇതാണ് അതിൻ്റെ ഓണർ. പിന്നെ ഒരു വീടുണ്ട്. വീടിന് ചുറ്റുമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ തേങ്ങയൊക്കെ ആട്ടിയവർ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ ഇല്ല എന്നാണ് പറഞ്ഞത്. മീനുണ്ട് അവിടെ, പക്ഷേ വിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചപ്പോൾ. പിന്നെ ചെടികളുണ്ട്. ചെടികൾ അവിടെ നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം. പിന്നെ കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ എന്തുവാ സമയങ്ങൾ സ്പെൻഡ് ചെയ്യാം. നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം, എല്ലാം കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. എല്ലാവരും, അത് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരുമിച്ച് പോയി എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. അക്കോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അവന് എടുത്ത് ചാടി എല്ലായിടത്തും കയറി. അവന് ഓട്ടം വെള്ളത്തിൽ വരെ ചാടാൻ തുടങ്ങി. ഞങ്ങൾ പിടിച്ച് പോട്ടെ കയറണം എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടമായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് സമയം എല്ലായിടത്തിലും കയറി അവന് ഞാനിവിടെ കയറുന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് പഴക്കമായിരുന്നു. അറ്റത്തിരിക്കാൻ ആരുമില്ലല്ലോ അതിന്. പിന്നെ ഇതൊരു മാവാണേ. മാവേലും പ്ലാവേലും ഒക്കെ നിറച്ചും കായ്കളുണ്ട്. ചക്കയൊക്കെ നിറച്ചും കായ്ച്ചേക്കുക. ഞാൻ എന്നത്തെയും പോലെ തന്നെ ഒന്ന് ഊഞ്ഞാലാടാൻ ശ്രമിച്ച് നോക്കിയതാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഇതല്ലേ, അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ കിട്ടത്തൊന്നുമില്ല. ചെറുപ്പത്തിലെ ഒത്തിരി ഊഞ്ഞാലാടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അതൊരു കൊതി. പിന്നെ എന്തുവാ, പിന്നെ ഇങ്ങനെ എല്ലാത്തിലും ഒന്ന് കയറിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പറയാൻ തക്കവണ്ണം ഉള്ളത്, അയ്യോ എൻ്റെ വായിൽ കൂടി ഇപ്പം ഇറങ്ങി വരുമേ അവനെ അക്കുവേ. അതും നല്ലതായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കയറി ഇറങ്ങി വരാനായിട്ട്. പേടിയില്ലാത്ത കുഞ്ഞുങ്ങൾക്കാണ് കുഴപ്പമില്ല. ചിലർക്ക് പേടിയാണ് അതിൽ കൂടെ കയറാനായിട്ട്. ഇത് തിരിച്ച് കയറുക, അവന് തിരിച്ച് കയറി അകത്തോടെ ഇറങ്ങി പോവാം. പിന്നെ അവരുടെ വീടിൻ്റെ മുറ്റം ഇതേ ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മുറ്റത്ത് ഇങ്ങനെ ചെടികൾ വെച്ചേക്കുവാണ്. അതുവഴി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ കടന്നു പോകാം. ഇവിടെ ഇങ്ങനെ കല്ലുകൊണ്ട് തീർത്ത ഒരു എൻട്രൻസ് ഉണ്ട്. കല്ലത് മൊത്തം നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്പം മാനേജ്മെൻറ്റ് വല്ലതായിരിക്കും ഇത് ഏറ്റെടുത്തേക്കുന്നത്, അറിയത്തില്ല എന്തുവാന്നുള്ളത് എനിക്ക് കറക്റ്റ്. അവിടെ 2-3 ആൻറ്റിമാർ മാത്രമേ ഉള്ളായിരുന്നു. വേറെ ആൾക്കാരൊന്നും കണ്ടില്ല. അവിടെ പണി ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ കോഴിയുണ്ട്, പിന്നെ താറാവുകളുണ്ട്, മീനുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫുഡ് കൊടുക്കണം. പിന്നെ നല്ല ചക്ക കണ്ടോ, നിറച്ചും കായ്ച്ച് കിടക്കുവാണേ ചക്ക. അതുപോലെ തന്നെ ജാതിക്കായും അതുപോലെ തന്നെ എല്ലാത്തിലും ജാതിക്ക ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ തേങ്ങയാണെങ്കിൽ പൊഴിഞ്ഞ് മിക്ക തെങ്ങിൻ്റെ ചുവട്ടിലും പൊഴിഞ്ഞ് കിടപ്പുണ്ട് അവിടെ. ഇത് നമുക്കൊരു കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ എന്തെങ്കിലും സ്നാക്സായിട്ട് കഴിക്കാം അതിൻ്റെ അകത്ത്. അതിനുള്ളത് പക്ഷേ വില കുറവാണ് കേട്ടോ. ഒരു നാരങ്ങ വെള്ളത്തിന് 20 രൂപയേ ഉള്ളായിരുന്നു ഞങ്ങൾ കുടിച്ചിട്ട്. ഇത് റെഡ് ആപ്പിൾ ഇത് ചാമ്പയ്ക്കായത് നിറച്ചും കായ്ച്ച് കിടക്കുമായിരുന്നു. അതിൻ്റെ കീഴിലായിട്ടാണ് മീൻ കണ്ടോ, അങ്ങനെ മീൻ വളർത്തുന്നത്. ആ ചാമ്പയ്ക്കയിലുള്ള വീണ് ഇതിന് തീറ്റയായിരിക്കും, അറിയത്തില്ല. അതങ്ങനെ അവിടെ കായ്ച്ച് കിടപ്പുണ്ട്. പിന്നെ മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വേറെ 2-3 സ്ഥലത്തുണ്ട് മീൻ. അവർ വിൽക്കുമായിരിക്കും, അറിയത്തില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം വിൽക്കുന്നില്ല. ഇപ്പം ചിലപ്പോൾ ആൾക്കാരില്ലായിരിക്കും ഇത് പിടിച്ച് തരാനായിട്ടേ. അതിനൊക്കെ ആൾക്കാർ വേണമായിരിക്കും, അറിയത്തില്ല. അവിടെ വലയിട്ട് അവിടെയും ഉണ്ട് മീൻ.
പിന്നെ അതിലെല്ലാം ഒരു നല്ല താമര ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പിങ്ക് കളറിലെ. ഇത് കണ്ടോ, കോഴികൾ, പിന്നീട് പാത്ത, പിന്നെ കഴുകം, അങ്ങനെ ഒത്തിരി കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. പ്രാവ് എല്ലാം, അതുങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഓരോരോ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുക. താറാവെല്ലാം കുറച്ചേ ഉള്ളൂ. താറാവെല്ലാം ഒരു 5 8 അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ കാടക്കോഴി ഉണ്ടായിരുന്നു. കാടക്കോഴിയുടെ മുട്ട വിൽപ്പന നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അന്നേരം ഇല്ലായിരുന്നെന്ന് പറഞ്ഞു, എല്ലാം തീർന്നു പോയായിരുന്നു. പിന്നെ ഇവിടെ ബോഗൻവില്ലയുടെ ചെടികളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, ആ ഓറഞ്ച് കളറിൽ നല്ല രസമുണ്ടായിരുന്നു. ബോഗൻവില്ല ഇങ്ങനെ പൂത്തെളിഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ നേഴ്സറിയിൽ നമുക്കതിൻ്റെ തൈകൾ വേണമെങ്കിൽ മേടിക്കാൻ ഒക്കും. അങ്ങനെ അവർ പറഞ്ഞു ഇതിൽ നിന്ന് അവർ കട്ട് ചെയ്ത് പിടിപ്പിച്ച് ഇങ്ങനെ വിൽക്കുവാന്ന് പറഞ്ഞു. വേറെ ചെടികൾ അപ്പുറത്തെല്ലാം ചെടികൾ വെച്ചിട്ടുണ്ട് കുറച്ചായിട്ട്. മനസ്സിനൊരു സന്തോഷമുണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോഴെല്ലാം. നല്ല നീറ്റായിരുന്നു കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എല്ലാം. അവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് ഇതാണ് നേഴ്സറിയെ. ചെടികളുടെ ഒരു സെക്ഷന്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ വേറൊരു സെക്ഷന്, അങ്ങനെ ആയിരുന്നു. ഇത് പ്രാവുകളാണ്. പ്രാവെല്ലാം കൂടെ കുറച്ചേറെ ഉണ്ട്, പല പല വെറൈറ്റി പ്രാവുണ്ട്. പിന്നെ ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കുറച്ചേ ഉള്ളെങ്കിലും എല്ലാം നല്ല ഇതായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 2-3 സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇരുന്ന് കുറച്ച് നേരം ഇരിക്കാനും ഒക്കെ ആയിട്ട്. ഇതിൻ്റെ അങ്ങേയറ്റം വരെ നമുക്ക് നടന്നു പോകാം. അതിൻ്റെ 2 സൈഡിലും ജാതികൾ, മാങ്കോസ്റ്റി, തെങ്ങ്, അങ്ങനെ എല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. അതിൻ്റെ ഇവിടെ അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് നമുക്ക് ഈ താമര കാണുന്നത്. താഴെയായിട്ടാണ് താമര. അതിൻ്റെ ഒരെണ്ണം ബൾബൊരെണ്ണം കിട്ടിയാൽ നല്ലതായിരുന്നെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആണുങ്ങളാരും ഇല്ലായിരുന്നു ഇറങ്ങി എടുക്കാനായിട്ട്. ആ സമയത്ത് പെണ്ണുങ്ങൾ മാത്രം, അവർക്ക് പേടിയാന്ന് പറഞ്ഞ് ഇറങ്ങി എടുക്കാനായിട്ട്. നല്ല പിങ്ക് കളറിലെ താമരയായിരുന്നു, വലിയ താമരയായിരുന്നു അത്. രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുമായിരുന്നു. വേറെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ടേ. പിന്നെ ഇങ്ങനെ ഒരു പ്രതിബിംബം വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഓരോ വേർഡ്സുകൾ എഴുതി വെച്ചേക്കുക ഇതിൻ്റെ അകത്ത്. കണ്ടോ, താമര കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. പൂ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. താമരയുടെ 30 രൂപ ഉള്ളി പൂവ്. നമുക്ക് പൂവ് കിട്ടിയിട്ട് എന്തെടുക്കാനാണ്. കിട്ടുവാണെങ്കിൽ അതിൻ്റെ തൈ കിട്ടണം, എന്നാലും നമുക്ക് പ്രയോജനമുള്ളൂ. അക്കു പിന്നെയും ഓരോന്നിലോട്ട് കയറി ഊഞ്ഞാലയിലും. അപ്പോൾ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവന് വീണ്ടും ഊഞ്ഞാലാടണമെന്നും പറഞ്ഞുകൊണ്ട് ഊഞ്ഞാലെ കയറുകയും ഒക്കെയായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഒത്തിരി ആൾക്കാരില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അന്ന് അതിനായിട്ടുള്ള ഒരു ഇതായിരുന്നു. അതുകൊണ്ട് നല്ലതുപോലെ എല്ലാം അതിൻ്റെ മുതലാളിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇച്ചിരി ആക്റ്റീവായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്ര ഇതില്ല. എന്നാലും നമുക്ക് കാണാനും മനസ്സിന് സന്തോഷം തരുവാനായിട്ടൊക്കെ നല്ല ഇതാണ് കേട്ടോ. ഇതൊരു തടിയും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്.
ഇത് എൻട്രൻസ് ആണ്. എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കുക. പണ്ടത്തെ ഓരോ ഓർമ്മകളാണ് ഇതൊക്കെ. എന്നാലും ഭംഗിയുണ്ടായിരുന്നു. ഏതായാലും മനസ്സിന് സന്തോഷം നൽകി ഞങ്ങളെല്ലാം കണ്ട് കേട്ട് തിരിച്ച് വീട്ടിൽ വന്നു ഞങ്ങൾ. ഇവിടുന്ന് ഞങ്ങൾ പോയത് വേറൊരു സ്ഥലത്തോട്ട് ഞങ്ങൾ പോയായിരുന്നേ. ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം എൻ്റെ മണ്ട കയറാനൊക്കെ അക്കുവാകുന്നു നോക്കി, പക്ഷെ കയറാനൊക്കത്തില്ലല്ലോ. പിന്നെ ഒരു തടി ഇങ്ങനെ കിടക്കുന്ന പോലെ എൻ്റെ മണ്ടയിൽ എന്തുവാ ടൈഗറിനെ കയറ്റി വെച്ചേക്കുക. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ, ഒറിജിനാലിറ്റി നമുക്ക് തോന്നും. പിന്നെ ഇത് കർഷക ഫാമിലിയല്ലേ, അപ്പം കർഷക ഇത് ഫ്രണ്ടിൽ അവരുടെ വീടിനോട് ചേർന്ന് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 മണിക്കാറ്റ് വന്നാണേ. ഇതിവിടെ 4 മണിക്കാറ്റിൻ്റെ ബാക്ക് സൈഡാണ്. അക്കുവിന് അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം അവിടെ അപ്പുറത്തായിട്ട് പയർ, ഇത് പയറാണേ. ആ ചേട്ടായിട്ട് ഞങ്ങൾ പയറിന് ചോദിച്ചു. 50 രൂപയ്ക്ക് പയർ തരാൻ പറഞ്ഞു. 50 രൂപയ്ക്ക് പയർ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഇച്ചിരി മൂത്ത് പോയായിരുന്നു. നല്ല ഇതായില്ല, എന്തുവാ മൂപ്പ് കുറഞ്ഞതായിരുന്നില്ല. എന്നാലും കുഴപ്പം, എല്ലാവരും വന്ന് മേടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മേടിക്കുന്ന കണ്ടുകൊണ്ട് മറ്റുള്ളവരും പോയി മേടിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ട്. 4 മണിക്കാറ്റിൻ്റെ അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാൻ